ഇന്നു നമ്മൾ കാണാൻ പോകുന്നത് ഹീറോയിസ് ബാക്ക് എന്ന ചൈനീസ് ഡ്രാമയാണ്. എപ്പിസോഡിന്റെ തുടക്കം മനുഷ്യരുടെ ലോകമാണ് കാണിക്കുന്നത്. 3 പേർ ബോധമില്ലാതെ രാക്ഷസ സ്ട്രീറ്റ് എന്ന ബോർഡിന്റെ മുന്നേ വന്ന് നിൽക്കുന്നു. ഇതെന്ത് പേരാ, എന്തായാലും അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവർ 3 പേരും അകത്തേക്ക് പോകുന്നു. പെട്ടെന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മാഞ്ഞു പോയി വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അടുത്ത് ഹാൾ ഓഫ് ഹീറോസ് ആണ് കാണിക്കുന്നത്. എന്തു പറ്റി അവനെ പിടിച്ചില്ലേന്ന് ചീഫ് ചോദിക്കുമ്പോൾ യൂലിയൻ സ്ട്രീറ്റ് നശിപ്പിച്ചതിന് ശേഷം അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവൻ സാധാരണ മനുഷ്യനല്ല, രാക്ഷസ സ്ട്രീറ്റിന്റെ ഗാർഡിയനാണെന്ന് പറയുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും നീ എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ബോർഡ് ഡൊമൈനോട് നമ്മുടെ ലീഡർ എന്തു പറയുമെന്ന് അവൾ ചോദിക്കുന്നു. നാൻയുഫുവിനെ കൊന്നതിനാണ് യാൻബിങ്ങിനെ കണ്ടുപിടിക്കാൻ പറയുന്നത്. നാൻയുഫു ബോധി സ്ട്രീറ്റ് നശിപ്പിച്ചു, അവിടം തീ കൊളുത്തി, എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് യാൻബിങ് അവനെ കൊന്നതെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായി. അവൻ ചെയ്തത് തെറ്റല്ലല്ലോ, പിന്നെന്തിനാ ബോർഡ് ഡൊമൈൻ അവനെ പിടിക്കാൻ ഇത്ര തിടുക്കം കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നാൻയുഫുവിന് വേണ്ടി അവർ ഇങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബോർഡ് ഡൊമൈൻ എന്തുകൊണ്ടാണ് ഹാൾ ഓഫ് ഹീറോസിനെ സ്ഥാപിച്ചതെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണമെന്ന് അവൾ പറയുന്നു. അടുത്ത് യാൻബിങ്ങിന്റെ അനിയനെയാണ് കാണിക്കുന്നത്. ഇവന്റെ പേര് ലിയാങ് എന്നാണ്. യാൻബിങ് പോയതിനു ശേഷം ഇവനാണ് രാക്ഷസ സ്ട്രീറ്റിന്റെ ലീഡർ. ഇന്ന് ഇവന്റെ പിറന്നാളാണ്. അപ്പോൾ അവിടേക്ക് ഹാൾ ഓഫ് ഹീറോസിലെ ആളുകൾ വന്ന് യാൻബിങ് എവിടെയാണെന്ന് ചോദിക്കുന്നു. നിങ്ങളെന്റെ പുറകെ വരുന്നത് വെറുതെയാണ്, ഉറപ്പായും അവൻ ഇവിടെ വരില്ല എന്ന് ലിയാങ് പറയുന്നു. നിനക്ക് സ്വന്തമായി അവൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ അവൻ ഒരു കുറ്റവാളിയാണ്. അവൻ ഇന്ന് വന്നില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പാവം നീ ഒറ്റയ്ക്ക് ആരുമില്ലാതെ പിറന്നാൾ ആഘോഷിക്കണമെന്നും അവർ കളിയാക്കി സംസാരിക്കുമ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. വീണ്ടും എന്റെ പുറകെ വന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നവൻ പറയുന്നു. ഞങ്ങളെ നീ പേടിപ്പിക്കുവാണോന്നും ചോദിച്ച് അവർ അവനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവർ മനുഷ്യരാണ്, പക്ഷേ ഇവരുടെ ശരീരത്തിൽ ആത്മാക്കൾ, ഭൂതങ്ങൾ, മൃഗങ്ങൾ പോലെയുള്ള സൂപ്പർ പവേഴ്സ് ഉണ്ട്. ആ പവർ കൊണ്ടാണ് ഇവർ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക. ഇവളുടെ പേര് ഷൗലിംഗ് എന്നാണ്. നമുക്ക് ഇവളെ ലിങ് എന്ന് വിളിക്കാം. ശേഷം അവൾ ലിയാങ്ങിന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ട് തിരിച്ചു പോകുന്നു. അവനെ ഫോളോ ചെയ്ത് അങ്കിൾ വാങ് അവിടേക്ക് വരുന്നു. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യമെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഇന്ന് നിന്റെ പിറന്നാളല്ലേ, നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് എന്തോ പവർ ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവിടേക്ക് കുറെ ആളുകൾ വരുന്നു. ലിയാങ് അവന്റെ പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് തകർക്കാൻ അവന് കഴിയുന്നില്ല. ഇത് സ്പിരിറ്റ് ലോക്കിംഗ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചതാണ്, അതുകൊണ്ട് നിനക്കത് തകർക്കാൻ പറ്റില്ല. നിന്റെ ചേട്ടനെ നോക്കി എല്ലാവരും നടക്കുന്നുണ്ട്. അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇനി മുതൽ രാക്ഷസ സ്ട്രീറ്റ് എന്റേതാണെന്നും പറഞ്ഞ് അയാൾ അവനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെപ്പൺ വന്ന് അതിനെ തടയുന്നു. അത് വേറാരുമല്ല, ലിയാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി യാൻബിങ് ആണ് അവിടേക്ക് വന്നത്. അവനെ കണ്ടതും അവരെല്ലാവരും അവനോട് ഫൈറ്റ് ചെയ്യുന്നു. യാൻബിങ് അവന്റെ പവർ ഉപയോഗിച്ച് എല്ലാവരെയും തള്ളിയിടുന്നു. നീയാണല്ലേ എന്റെ അനിയനെ ഉപദ്രവിക്കാൻ നോക്കിയതെന്നും പറഞ്ഞ് വാങ്ങിനോടും അവൻ ഫൈറ്റ് ചെയ്യുന്നു. ചേട്ടാ, എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ എല്ലായിടത്തും നിന്നെ കണ്ടുപിടിക്കണമെന്നുള്ള പോസ്റ്റർ ഉണ്ട്. നീ തിരികെ മനുഷ്യരുടെ ലോകത്ത് പോകണം. ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് അവൻ പറയുമ്പോൾ, നിനക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? സ്പിരിച്വൽ ഗാർഡിയൻ ആയാൽ മൃദുല ഹൃദയനാകരുത്. വാങ്ങിനൊരു വഞ്ചകന്റെ ലുക്കുണ്ട്. നീ മാത്രമേ അവന്റെ കെണിയിൽ വീഴുള്ളൂ എന്ന് യാൻബിങ് പറയുന്നു. വീണ്ടും യാൻബിങ്ങും വാങ്ങും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഫൈറ്റിൽ തോറ്റ് വാങ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുമ്പോൾ അവന്റെ പിറകെ യാൻബിങ്ങും പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ലേഡിയുടെ ശബ്ദം കേട്ട് അമ്മയെന്ന് വിളിച്ച് സന്തോഷത്തോടെ അവൻ ആ ലേഡിയെ ഹഗ് ചെയ്യുന്നു. അമ്മ വീണ്ടും വന്നു, ഇനി ഒരിക്കലും ഞാൻ പോകില്ല, എന്റെ കൂടെ വാ, ഒരുപാട് ദുഷ്ടജീവികളെ കൊല്ലാനുണ്ടെന്നും പറഞ്ഞ് അവരവനെ എവിടെയോ കൊണ്ടുപോകുന്നു. കുറച്ചുനേരം കഴിയുമ്പോൾ ആ ലേഡിയെ കാണുന്നില്ല. അവസാനം അവർ തീയുടെ നടുവിൽ നിന്ന്, വീണ്ടും നീ താമസിച്ചു, ഈ പ്രാവശ്യവും എന്നെ രക്ഷിക്കാൻ നിനക്ക് പറ്റില്ലെന്നും പറഞ്ഞിട്ട് അവർ പോകുന്നു. അവൻ കുട്ടിയായിരിക്കുമ്പോഴേ അവന്റെ അമ്മ മരിച്ചുപോയി. അതോർത്ത് അവൻ കരയുന്നിടത്ത് വെച്ച് എപ്പിസോഡ് തീരുന്നു. അവന്റെ അമ്മ മുന്നേ മരിച്ചുപോയതാണെങ്കിൽ ഇപ്പോ അവൻ അവിടെ കണ്ടത് ആരെ ആയിരിക്കും? അവിടെ കണ്ടത് അവന്റെ അമ്മയെ ആണോന്ന് നമുക്ക് കാത്തിരുന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം.